നിങ്ങൾക്കറിയാം, ഒരു മുഖ്യമന്ത്രിക്കെതിരെയാണ് ഞാൻ ആരോപണം ഉന്നയിക്കുന്നത്. ഇത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിന് എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ. അപ്പോൾ എനിക്ക് പൂർണ്ണമായി ബോധ്യമില്ലാത്തൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ എന്ന് കരുതരുത്. 2018 ഡിസംബർ 1-നും 2020 നവംബർ 30-നും ഇടയിലാണ് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും ഈ അക്കൗണ്ടിൽ പണം എത്തിയിട്ടുള്ളത്. അപ്പം ഈ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് പണം എത്തിയതെന്നുള്ളത് വ്യക്തമാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാവുന്ന കാര്യമാണ്. ശ്രീ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യം, സ്വപ്ന സുരേഷിൻ്റെ ആ ഒരൊറ്റ എഗ്രിമെൻ്റ് മാത്രം ഞാൻ പറയാം, അത് അവസാനം പറഞ്ഞോളാം. അതുപോലെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ CMRൻ്റെ ഇടപാടിൽ നടന്നിട്ടുള്ള തിരിമറി സംബന്ധിച്ച് ഈ പണം എവിടെ പോയി എന്ന് കണ്ടെത്തിയാൽ മാത്രമേ എൻ്റെ പരാതി പൂർണ്ണമാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പരാതി നൽകിയത്. ഈ പണം എവിടുന്ന് കണ്ടെത്തിയാൽ മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് കണ്ടെത്തിയ അഴിമതിയിൽ മാത്രം 17 കോടി രൂപ നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ആ പണം എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഈ പണം തിരികെ സർക്കാരിന് തിരിച്ചു പിടിക്കാൻ കഴിയൂ. അത് എൻ്റെ പരാതിയിൽ കമ്പനീസ് ആക്ട് സെക്ഷൻ 212(14)(a) അനുസരിച്ച് ഈ പണം തിരികെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പണം എവിടെ പോയെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശ പണമിടപാടിനെക്കുറിച്ചും ഈ അക്കൗണ്ടിനെക്കുറിച്ചും അന്വേഷിക്കേണ്ടത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. മറ്റൊരു വിഷയം, ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്ത് ഇത്തരത്തിലുള്ള ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ അത് തീർച്ചയായും ഇന്ത്യ മഹാരാജ്യത്ത് അവർ ഇൻകം ടാക്സ് റിട്ടേണിൽ അത് നൽകിയിരിക്കണം. ദ ബ്ലാക്ക് മണി അൺയൂട്ടിലൈസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസറ്റ്സ് ആൻഡ് ഇമ്പോസിഷൻ ഓഫ് ടാക്സ് ആക്ട് 2015 പ്രകാരം ചാപ്റ്റർ 6 ചാപ്റ്റർ 5 സെക്ഷൻ 41, 42, 43 അനുസരിച്ച് അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ബാങ്ക് അക്കൗണ്ട് ഷാൽ ബി കമ്പ്യൂട്ടഡ് ആസ് പെർ റൂൾ 31E ഓഫ് ദ റൂൾ. അപ്പോൾ വീണയുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഇത് കാണിച്ചിട്ടില്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് 2015 അനുസരിച്ച് സെക്ഷൻ 41, 42, 43 അനുസരിച്ച് വീണ ചെയ്തിട്ടുള്ളത് ഗുരുതരമായ കൂടിയാണ്. അപ്പോൾ ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന ബോധ്യമുള്ള, നിങ്ങൾക്കറിയാം, ഒരു മുഖ്യമന്ത്രിക്കെതിരെയാണ് ഞാൻ ആരോപണം ഉന്നയിക്കുന്നത്. ഇത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിന് എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ. അപ്പോൾ എനിക്ക് പൂർണ്ണമായി ബോധ്യമില്ലാത്തൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ എന്ന് കരുതരുത്. 2, ഈ പ്രൈസ് വാട്ടർ കാര്യം ലാവലിൻ്റെ വിഷയത്തെ 99 മുതലുള്ള ലാവലിനുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധത്തെയും അതിനുശേഷം ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന മസാല ബോണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെയും കൂട്ടി വായിക്കേണ്ടിയുണ്ട്. 6% പലിശയ്ക്ക് ലോകത്തെമ്പാടും 6% പലിശ കിട്ടുന്നിടത്ത് 9.25% പലിശ കൊടുത്ത് ബോണ്ടുകൾ, അതായത് SLC ലാവലിൻ്റെ സബ്സിഡറി കമ്പനിയുടെ ബോണ്ടുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ആ കമ്പനിയുടെ ബോണ്ടുകൾക്കൊക്കെ കൊടുത്തിട്ടുള്ളത് 9.14% പലിശയാണ്. അപ്പോൾ ആ ഡിഫറൻസ് എമൗണ്ട് എങ്ങോട്ടേക്കാണ് പോയതെന്ന് ഈ അക്കൗണ്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. വളരെ വിനയത്തോടുകൂടി പറയട്ടെ, കഴിഞ്ഞ 8 വർഷമായി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടന്നിട്ടുണ്ടോ, എന്തൊക്കെ ഇടപാടുകൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ നടന്നിട്ടുണ്ടോ, അവിടെയെല്ലാം ഇത്തരത്തിലുള്ള അഴിമതിയും കമ്മീഷനും മാസപ്പടിയും ഉണ്ടായിട്ടുണ്ട്. ഈ മാസപ്പടിയുടെ കാര്യം പറഞ്ഞാൽ ഈ നമ്മുടെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൻ്റെ എഗ്രിമെൻ്റ് പ്രകാരം ഒരു വ്യക്തി 3 വർഷത്തിൽ, അതായത് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ ഇടപാടുകളൊന്നും എടുത്തു പറയേണ്ടത് 3 ജോലികളായിരുന്നു അവരെ ഏൽപ്പിച്ചിരുന്നത്. അതിനകത്ത് ഒന്ന് കെ ഫോൺ എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2 ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അത് എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 3 സ്പേസ് പാർക്ക്. ഇതിനുവേണ്ടി
ഫാക്കൽറ്റീസിനെയും അതുപോലെ കൺസൾട്ടൻസിനെയും സപ്ലൈ ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ ലക്ഷ്യം. ആ സമയത്ത് ജെയ്ക് ബാലകുമാർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ആ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി കൺസൾട്ടന്റ്. അദ്ദേഹം തന്നെയായിരുന്നു വീണയുടെ കമ്പനിയുടെ മെന്ററായി അന്ന് ഒരു വലിയ വിവാദം ഉണ്ടായത്, നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും.